ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. കറി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടേസ്റ്റിയുള്ള റൈസാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ ഉണ്ടാക്കി തരാനുള്ള റൈസാണ്. ഡെയിലി ഇങ്ങനെ ചോറും കറിയും കൊണ്ടുപോകുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാറുള്ള ഒരു റൈസാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈസ്, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി റൈസ് ചോറ് വെക്കില്ലേ, ആ ചോറ് കൊണ്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാറ്. അതിപ്പോൾ മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല, വെള്ളരി ആണെങ്കിലും കുഴപ്പമില്ല. അതിന് പ്രത്യേകിച്ച് തന്നെ ജീരകശാലയോ അതുപോലെ തന്നെ ബസ്മതി അങ്ങനെയൊന്നും റൈസ് വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഡെയിലി വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഈ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കടുക് പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് നട്ട് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നത്. നമ്മൾ എത്ര പേർക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കണക്കിനായിരിക്കണം മുട്ട എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 പേർക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറിൽ ഉപ്പിടുന്ന ആളുകളാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറിലേക്കും കൂടിയുള്ള ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചോറിൽ ഉപ്പിടാറില്ല, അതുകൊണ്ട് ചോറിലേക്കും കൂടിയുള്ള ഉപ്പ് ഇടുന്ന കാരണം കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചോറിൽ ഉപ്പിടുന്ന ആൾക്കാരാണെങ്കിൽ കുറവ് ഉപ്പിട്ട് കൊടുക്കുക, ഇടാത്ത ആൾക്കാരാണെങ്കിൽ ചോറിലേക്കും കൂടിയുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടി നല്ലപോലെ മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ എരിവിൻ്റെ കാര്യത്തിൽ കൂട്ടലും കുറക്കലൊക്കെ ചെയ്യാം കേട്ടോ. കുറവുള്ള ആൾക്കാരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 1/2 ടേബിൾ സ്പൂണൊക്കെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി എരിവ് കഴിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി എല്ലാതും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറില്ലേ അതിട്ട് കൊടുക്കാം. ചോറിട്ടെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ സാധാ വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഏത് റൈസ് വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ജീരകശാലയും അതുപോലെ തന്നെ ബസ്മതി വെച്ചിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല കേട്ടോ. സാധാ ഇങ്ങനത്തെ റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ റൈസ് നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് 3 മുട്ട എടുത്തിട്ടുള്ളൂ. ഒരാൾക്ക് 1 മുട്ട എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അതിലും കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലാണ് ആ മസാലയും ആ റൈസും ഒന്ന് കൂടി ചേർന്ന് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റല്ല എന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചോറിൽ ഉപ്പിട്ട് വേവിക്കുന്നവരാണെങ്കിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. അതുപോലെ തന്നെ ചോറിൽ ഉപ്പിടാണ്ട് എടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ അവർ കുറച്ച് ചോറിലേക്കും കൂടിയുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ്.
ഈ റൈസിൻ്റെ ഇപ്പോൾ കൂട്ടി കഴിക്കാൻ സൈഡായിട്ട് കറിയൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറി ഇല്ലാതെയും നമുക്ക് ഈ റൈസ് മാത്രമായിട്ട് കഴിക്കാം. അങ്ങനെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കറിയൊക്കെ ആവാൻ നേരം വെക്കുന്ന ദിവസങ്ങളിൽ ഉണ്ണികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.